നീണ്ടകാലമായി കാത്തിരുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഗതാഗത സംവിധാനത്തിന് വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്കായി ദേശീയപാത അതോറിറ്റി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ഏകദേശം 804.72 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 62.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള 4-വരി പാതയാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുക. പുതിയ റോഡ് നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്ന വലിയ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെയും ദേശീയപാത ശൃംഖലയെയും വ്യാവസായിക ലോജിസ്റ്റിക് മേഖലകളെയും കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കാനും ഈ റോഡിന് സാധിക്കും. കഴിഞ്ഞ ജൂൺ 5-ന് ദേശീയപാത അതോറിറ്റി പദ്ധതിക്കായി ടെൻഡർ വിജ്ഞാപനം പുറത്തിറക്കി. താൽപര്യമുള്ള കമ്പനികൾക്ക് ഓഗസ്റ്റ് 6 വരെ ടെൻഡർ രേഖകൾ ഡൗൺലോഡ് ചെയ്യാനും അപേക്ഷ സമർപ്പിക്കാനും അവസരമുണ്ട്. ഓൺലൈനായി ലഭിക്കുന്ന ബീഡുകൾ ഓഗസ്റ്റ് 7-ന് തുറന്ന് പരിശോധിക്കും. അതിനുശേഷം യോഗ്യതരായ കമ്പനികളെ തിരഞ്ഞെടുക്കുന്ന നടപടികൾ ആരംഭിക്കും. ഈ പദ്ധതി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മാതൃകയിലാണ് നടപ്പാക്കുന്നത്. അതായത് പദ്ധതി നിർമ്മിക്കുന്ന കമ്പനി തന്നെ ഒരു നിശ്ചിത കാലയളവിൽ റോഡ് പ്രവർത്തിപ്പിക്കുകയും ടോൾ പിരിക്കുകയും ചെയ്യും. പിന്നീട് റോഡിന്റെ നിയന്ത്രണം സർക്കാരിന് കൈമാറും. ടെൻഡർ നടപടി പങ്കെടുക്കുന്ന കമ്പനികളിൽ നിന്ന് കുറഞ്ഞ സർക്കാർ സഹായം ആവശ്യപ്പെടുന്നവർക്കോ ഭാവിയിൽ ലഭിക്കുന്ന ടോൾ വരുമാനത്തിൽ ദേശീയപാത അതോറിറ്റി കൂടുതൽ വിഹിതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർക്കോ മുൻഗണന ലഭിക്കും. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ നഗരത്തിലൂടെ കടന്നുപോകുന്ന ചരക്ക് വാഹനങ്ങളും ദീർഘദൂര വാഹനങ്ങളും വലിയ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. പുതിയ ഔട്ടർ റിംഗ് റോഡ് വന്നാൽ ഇത്തരം വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ യാത്ര തുടരാൻ കഴിയും. ഇതോടെ യാത്രാ സമയം കുറയ്ക്കുകയും ഇന്ധന ചെലവ് ലാഭിക്കാനും സഹായിക്കും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകരമാകും. തുറമുഖത്തിൽ എത്തുന്ന ചരക്കുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും രാജ്യത്തിന്റെ മറ്റ് മേഖലകളിലേക്കും വേഗത്തിൽ എത്തിക്കാൻ മികച്ച റോഡ് ബന്ധം അനിവാര്യമാണ്. ഔട്ടർ റിംഗ് റോഡ് ഈ ആവശ്യത്തിന് വലിയ പിന്തുണ നൽകും. കൂടാതെ വ്യാവസായിക മേഖലയ്ക്കും ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്കും പുതിയ നിക്ഷേപ സാധ്യതകൾ തുറക്കാനും ഇത് സഹായിക്കും. പദ്ധതിയുടെ പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട പൊതുതെളിവെടുപ്പ് ജൂൺ 11-ന് കാട്ടാക്കടയിൽ നടക്കും. പ്രദേശവാസികൾക്കും മറ്റു ബന്ധപ്പെട്ടവർക്കും അവരുടെ അഭിപ്രായങ്ങളും ആശങ്കകളും അറിയിക്കാനുള്ള അവസരമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ മുന്നോട്ടു പോകുകയുള്ളൂ. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി പദ്ധതിക്ക് അംഗീകാരം നൽകിയതോടെയാണ് ദേശീയപാത അതോറിറ്റി ടെൻഡർ നടപടിയിലേക്ക് കടന്നത്. ഈ അംഗീകാരം ലഭിച്ചതോടെ പദ്ധതി നടപ്പാക്കാനുള്ള നടപടികൾക്ക് കൂടുതൽ വേഗം ലഭിച്ചു. പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘട്ടം ഭൂമി ഏറ്റെടുക്കലാണ്. ഇതിനായി ആവശ്യമായ സംസ്ഥാന വിഹിതമായ 3200 കോടി രൂപ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കാൻ ഈ തീരുമാനം സഹായിക്കും. അടുത്തിടെ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകുന്നവരുടെ പ്രതിനിധികൾ MLA-മാരായ M. വിൻസെന്റ്, MR. ബൈജു, സുദർശ പാലോട് എന്നിവർക്കൊപ്പം മുഖ്യമന്ത്രി നേരിൽ കണ്ടിരുന്നു. ഭൂ ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങളും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യമായ തുക അനുവദിക്കാൻ തീരുമാനിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് ഇതിനായുള്ള ഉത്തരവ് തയ്യാറാക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം പരിഗണിച്ച ശേഷം ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കുമെന്നാണ് വിവരം. 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ നിരവധി കുടുംബങ്ങൾ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ തീരുമാനം അവർക്ക് വലിയ ആശ്വാസമാണ്. മാത്രമല്ല ഇനി ഭൂമി വിട്ടു നൽകേണ്ടി വരുന്നവർക്ക് ഈ തീരുമാനം ആശ്വാസം നൽകുന്നു. പദ്ധതിയുടെ ഭാഗമായി ആകെ 24 വില്ലേജുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഇതിൽ 11 വില്ലേജുകളിൽ നിന്ന് ഇതിനകം ഏകദേശം 100 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി 13 വില്ലേജുകളിൽ നിന്ന് ഏകദേശം 200 ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സംസ്ഥാന വിഹിതം അനുവദിച്ച തീരുമാനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന സർക്കാർ വിഹിതം അനുവദിച്ചോടെ കേന്ദ്ര സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും പദ്ധതി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ടെൻഡർ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കുകയും ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുകയും ചെയ്താൽ അടുത്ത വർഷങ്ങളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും. തിരുവനന്തപുരം ജില്ലയുടെ ഭാവി വികസനത്തിന് നിർണായകമായ പദ്ധതിയിലൊന്നായി വിലയിരുത്തപ്പെടുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം വ്യാവസായിക വ്യാപാര തുറമുഖ മേഖലയുടെ വളർച്ചയ്ക്കും വലിയ പിന്തുണ നൽകുമെന്നാണ് പൊതുവായ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.